JT കൊമേഴ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് മുഴുവൻ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ദിവസത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഇതുവരെ നമ്മൾ വലിയ പ്രോബ്ലങ്ങൾ ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരെല്ലാം കാണണം. 2009 ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഇത്. ഇന്ന് നമ്മൾ വളരെ ലേറ്റസ്റ്റ് 2017 ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതും 8 മാർക്കിന് സൈഡിൽ തന്നെയാണ് ചോദിച്ചത്. അപ്പൊ എല്ലാവരും മറക്കാതെ തൊട്ടു മുമ്പുള്ള എല്ലാ എപ്പിസോഡിലും കണ്ടിട്ട് മാത്രം ഇതിലേക്ക് വരിക. ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷനിലേക്ക് എന്റെ ഓരോ വീഡിയോയും എത്തുന്നതായിരിക്കും. അപ്പൊ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരോടെല്ലാം പറയണം ക്ലാസ്സിനെ പറ്റി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ചോദ്യം ഇതാ സ്ക്രീനിൽ. From the following receipts and payment account of a club, prepare income and expenditure for the year ended 31st December 2016 and balance sheet as on that date. താഴെ നമുക്ക് ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2016 ഡിസംബർ 31 തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് റെസിപ്റ്റ്സ് എടുത്ത് വായിക്കാം. ബാലൻസ് ബ്രോഡ് ഓൺ 3500, സബ്സ്ക്രിപ്ഷൻ ഇന്നറിൽ 2015 2000, 2016 70,000, 2017 3000. സ്പ്ലിറ്റിംഗ് ആണ് ഇത്. നമുക്കത് പ്രോബ്ലം ചെയ്യാൻ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സെയിൽ ഓഫ് ഓൾഡ് ബുക്സ് അവര് ബ്രാക്കറ്റിനകത്ത് കോസ്റ്റ് ₹3200 എന്നും അത് വിറ്റ പണമായ 2000 രൂപ എമൗണ്ടിലും കാണിച്ചിട്ടുണ്ട്. സെയിൽ ഓഫ് ന്യൂസ് പേപ്പർ 400, റെന്റ് ഫ്രം യൂസ് ഓഫ് ഹാൾ 17,000, പ്രോഫിറ്റ് ഫ്രം എന്റർടൈൻമെന്റ് 7,300. ഇനി പേയ്മെന്റ് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ജനറൽ എക്സ്പെൻസ് 1,300, സാലറി 16,000, മീറ്റിംഗ് ചാർജ് 7,100, ന്യൂസ് പേപ്പേഴ്സ് 600, പോസ്റ്റേജ് 1000, ബുക്സ് 13,000, ഇലക്ട്രിസിറ്റി ചാർജ് 7,800, ഫർണിച്ചർ 26,500, TV സെറ്റ് 16,000, ബാലൻസ് ക്യാരി ഡൗൺ 15,900. അവിടെ ടാലി ആയിരിക്കുന്ന ബാലൻസ് 1,05,200 ആണ്. അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് പോകുമ്പോൾ 3 അഡീഷണൽ ഇൻഫർമേഷൻ ആണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തത് ദ ക്ലബ് ഹാസ് 100 members ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് ₹900. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ December 31st 2015 were ₹3,800. And second one, on December 31st 2016, salary outstanding amount to ₹1,000, salary paid included ₹1,000 for the year 2015. And third one, on January 1st 2016, the club owned land and building ₹25,000, furniture 2,600 and books ₹6,200. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെട്ടം അടിക്കുന്നതുകൊണ്ട് ഇവിടെ ഇൻകം എന്നുള്ളത് ചിലപ്പോൾ കാണാൻ കഴിയത്തില്ലായിരിക്കും. നമുക്ക് ആ സ്പേസ് വളരെ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st December 2016 എഴുതിയിരിക്കുന്നു. ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡിൽ ഇൻകവും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുവരെയും എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പ്രോബ്ലത്തിലേക്ക് തന്നെ പോവാം. ചോദ്യം നന്നായി നമുക്ക് വായിക്കാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ വളരെ വിശദമാക്കിയ കാര്യമാണ്. ഓരോ സൈഡ് നമ്മൾ ചെയ്തു വരുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ആദ്യം ഞാൻ ഇപ്പോൾ എക്സ്പെൻഡിച്ചർ സൈഡാണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ തന്നിരിക്കുന്ന ചോദ്യത്തിലെ പേയ്മെന്റ് സൈഡിലെ ഓരോ ഐറ്റങ്ങൾ നോക്കുക, ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്ന ഓരോ ഐറ്റങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റ് നോക്കി അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഇവിടേക്ക് വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഐറ്റം തന്നെ എടുക്കാം. അത് നമുക്ക് നിങ്ങളുടെ പേയ്മെന്റ് സൈഡിൽ കിടക്കുന്നതാണ് ജനറൽ എക്സ്പെൻസ് ആണ് അല്ലെ. അപ്പൊ ജനറൽ എക്സ്പെൻസ് എത്ര രൂപയാണ്? 1,300. അപ്പൊ നിങ്ങൾ നേരെ പോകേണ്ട അഡീഷണൽ ഇൻഫർമേഷനിലേക്കാണ്. എന്തെങ്കിലും ഈ ജനറൽ എക്സ്പെൻസിനെ പറ്റി പറയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഔട്ട്സ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പ്രീപെയ്ഡുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അഡ്ജസ്റ്റ്മെന്റ് പറയുന്നുണ്ടോ നോക്കുക. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്കറിയാം അതൊരു റവന്യൂ ആയിട്ടുള്ള പേയ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എടുക്കാം ജനറൽ എക്സ്പെൻസ്. അഡ്ജസ്റ്റ്മെന്റിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പൊ നമ്മൾ ഇതാണ് ജനറൽ എക്സ്പെൻസ് എന്ന് കൊടുക്കുന്നു. അപ്പൊ ജനറൽ എക്സ്പെൻസ് 1,300 രൂപയാണ്. 1,300 രൂപ നമ്മൾ എഴുതി. ഓക്കെ. അപ്പോ ഇനി രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നോക്കി എന്താണ് വരുന്നത്? അപ്പോൾ പേയ്മെന്റ് സൈഡിൽ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് സാലറി ആണ് അല്ലെ. എത്ര രൂപയുണ്ട് സാലറി? 16,000. അപ്പൊ 16,000 രൂപ സാലറി. ഇപ്പൊ ഇനി നിങ്ങൾ നേരെ നോക്കേണ്ട അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് പോകണം. അവിടെ അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നതാണ് 31st December 2016 1,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ്ങും അതുപോലെ 2015 ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? അവിടെ 1,000 രൂപ തന്നെയാണ്. അപ്പോ അവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. ഔട്ട്സ്റ്റാൻഡിങ് 2 ഡേറ്റുകളുണ്ട് അല്ലെ, 2015 2016. അപ്പൊ ഏതാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്? 2015 ഓപ്പണിംഗ്, 2016 ക്ലോസിംഗുമാണ്. അപ്പൊ നമ്മുടെ കറന്റ് ഇയർ
2016 അപ്പൊ ക്ലോസിംഗ് 2016 ക്ലിയർ ചെയ്യുക. അപ്പൊ സാലറി ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ അഡ്ജസ്റ്റ്മെന്റ് കൂടെ വളരെ കൃത്യമായി നോട്ട് ചെയ്ത് തന്നെ പോകണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അത് തിരിച്ചറിയുന്നതുകൊണ്ട് നമുക്ക് എഴുതുന്നു സാലറിയാണ് എഴുതുന്നത്. 16,000 രൂപ ഞാൻ ഇന്നറിലേക്ക് എഴുതുകയാണ് 16,000. ഇനി നമ്മൾ പഠിച്ചതാണ് ഔട്ട്സ്റ്റാൻഡിങ്ങിന്റെ ക്ലോസിങ്ങിനെ ആഡ് ചെയ്യണം, ഓപ്പണിങ്ങിനെ ലെസ് ചെയ്യണം. എളുപ്പമുള്ള മാർഗം ഞാൻ എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഇനി സാലറി ആണ്, സബ്സ്ക്രിപ്ഷൻ ആണ്, ഏതൊരു സാധനമായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻകം ആണെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് എങ്കിൽ ഓർത്തോളം നിങ്ങൾ എളുപ്പവിദ്യ ക്ലോസിങ്ങിനെ ആഡ് ചെയ്യുക, ഓപ്പണിങ്ങിനെ ലെസ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ സംശയിക്കേണ്ട കാര്യം രണ്ടും ഒരേ എമൗണ്ട് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ ഞാൻ പ്ലസ് ചിഹ്നം ഇടുന്നു, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് എഴുതുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഓർക്കണം, ഇത് ഏത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്? ക്ലോസിംഗ് ആണ്. അങ്ങനെ ഡേറ്റ് എഴുതുകയാണ്. ക്ലോസിംഗിന്റെ 2016 അങ്ങ് ഡേറ്റ് കൊടുക്കുക, കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറയുക. അപ്പൊ എത്ര? 1000 രൂപയാണ് അല്ലെ. 1000 രൂപ ഞാൻ അതിനെ ആഡ് ചെയ്തു. അങ്ങനെ മൊത്തം എത്ര കിട്ടി? 17,000 രൂപയെന്ന് എഴുതാം. തൊട്ട് താഴെയായിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? അവിടെ ലെസ് ചെയ്യണം, ഓപ്പണിങ്ങിന് ലെസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാ എങ്ങനെ ചെയ്യുന്നത്? കാര്യം ഒരേ എഫക്റ്റ് അല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഇത് കാണിച്ചെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റിലോട്ടൊക്കെ പോകുമ്പോൾ ഇത് വ്യക്തമാകത്തുള്ളൂ. 2016. അപ്പൊ 2015 അവർ പറയുന്നുണ്ട് എത്ര തന്നെയാണ്? 1000 രൂപ തന്നെയാണ്. അപ്പൊ ഇതിൽ വലിയ മാറ്റം സംഭവിച്ചില്ല അല്ലെ. അപ്പൊ നമുക്ക് 2016 ക്ലോസിങ്ങിനെ ആഡ് ചെയ്തു, ഓപ്പണിങ്ങിനെ ലെസ് ചെയ്തു. അപ്പൊ 17,000 1000 പോയി, ബാക്കി എത്രയാണ്? 16,000 തന്നെ നമുക്ക് ഔട്ടറിലേക്ക് എഴുതാം. അപ്പൊ സാലറി കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഐറ്റത്തിലേക്ക് പോകാം. അപ്പൊ പേയ്മെന്റ് സൈഡിലെ അടുത്ത ഐറ്റം നോക്കി എന്താണ്? മീറ്റിംഗ് ചാർജ് ആണ് അല്ലെ. മീറ്റിംഗ് ചാർജ്. അപ്പൊ അതിന് അഡ്ജസ്റ്റ്മെന്റ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. മീറ്റിംഗ് ചാർജ് 7,100. നമ്മൾ സമയങ്ങൾ അത് എഴുതി ക്ലിയർ ചെയ്തിട്ടുണ്ട്. മീറ്റിംഗ് ചാർജ് 7,100. അതേപോലെ തൊട്ടടുത്ത ഐറ്റം ഏതാണ്? ന്യൂസ് പേപ്പർ എത്രയാണ്? 600. അതേപോലെ തന്നെ നമുക്കറിയാം പോസ്റ്റേജ് എത്രയാണ്? 1000. അപ്പൊ അവിടെ ചോദിക്കുന്നു ബുക്സ് എടുക്കുമോ? ഇല്ല. ബുക്സ്, അതേപോലെ ഫർണിച്ചർ, TV സെറ്റ്, 3 ഐറ്റങ്ങൾ അവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് സൈഡിൽ കിടക്കുന്ന 3 ഐറ്റങ്ങൾ ഏതൊക്കെയാണ്? ബുക്സ് ഉണ്ട്, അതേപോലെ തന്നെ ഏതാണ്? TV സെറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ ബുക്സും ഫർണിച്ചറും TV സെറ്റും, ഈ 3 ഐറ്റങ്ങൾ എന്താണ്? ക്യാപിറ്റലൈസ്ഡ് ആയ ഐറ്റങ്ങളാണ്. നമുക്കറിയാം ഇവ അസറ്റുകളാണ്. ഇത് ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെ അല്ലെ, നമുക്ക് അതിന്റെ അസറ്റ് സൈഡിലേക്ക് കാണിക്കേണ്ട കൂടിയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് സെയിലോ പർച്ചേസോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നോക്കാം നമുക്ക്. എന്തായാലും നമുക്ക് ഇപ്പോൾ അവിടെ ആ 3 ഐറ്റങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് ക്ലിയർ ചെയ്യുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഐറ്റത്തിലേക്ക് നമുക്ക് വീണ്ടുമുള്ള മീറ്റിംഗ് ചാർജ് 7,100, ന്യൂസ് പേപ്പർ 600, പോസ്റ്റേജ് 1000, ഇലക്ട്രിസിറ്റി ചാർജ് 7,800. ഞാൻ അത് എടുത്ത് വീണ്ടും പറയാതെ, കാരണം അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് സാധാരണ റവന്യൂ പേയ്മെന്റുകളാണിവ. എന്നാൽ 3 എണ്ണത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, ബുക്സ് എടുക്കാൻ പാടില്ല, അതേപോലെ ഫർണിച്ചർ എടുക്കാൻ പാടില്ല, TV സെറ്റ് എടുക്കാൻ പാടില്ല. നിങ്ങൾക്കറിയാം ഇവ അസറ്റുകളാണ്, ഇവ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ഭാഗമാണ്. നമ്മൾ വളരെ നേരത്തെ മുമ്പ് ഇതിനെ വളരെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഇതുവരെയും ആ വീഡിയോ കാണാത്തവർ ആദ്യത്തെ വീഡിയോ കാണാമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസ് എല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് വീണ്ടും വരാം. മീറ്റിംഗ് ചാർജ്, ന്യൂസ് പേപ്പറും പോസ്റ്റ്, ഇലക്ട്രിസിറ്റി ചാർജോട് കൂടി നമ്മുടെ ഒരു എക്സ്പെൻഡിച്ചർ സൈഡിലെ, പ്രത്യേകിച്ച് പേയ്മെന്റ് സൈഡിലെ എല്ലാ ഐറ്റങ്ങളും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്താണ് റെസീപ്റ്റ് സൈഡിലേക്ക് പോവുകയാണ്. അപ്പൊ റെസീപ്റ്റ് സൈഡിലെ ഓരോ ഐറ്റങ്ങൾ നോക്കാം. ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എന്താണ്? ബാലൻസ് ബ്രോഡൌൺ ആണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്തെടുക്കാൻ പാടില്ല? ഒരിക്കലും ഓപ്പണിംഗ് ബാലൻസ് വരത്തില്ല എന്ന് പറഞ്ഞു. ഈ ബാലൻസ് ബ്രോഡൌൺ എവിടെ കാണിക്കുന്നതാണ്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞ് കാണിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത എന്താണ് റെസിപ്റ്റ് സൈഡിൽ കിടക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലും പറഞ്ഞ കാര്യമാണ്. സ്പ്ലിറ്റിംഗ് തരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ സ്പ്ലിറ്റിംഗ് നോക്ക്. നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് ഇയർ 2016 ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 3 വർഷങ്ങൾ, 2015 2,000 രൂപ, 2016 ഈ കറന്റ് ഇയറിൽ അവർ 70,000 രൂപ തന്നിട്ടുണ്ട്. അതുപോലെ 2015, 16, 17 അവർ തന്നിരിക്കുന്ന 3,000 രൂപ. അപ്പൊ ക്ലിയർ ആണല്ലോ സ്പ്ലിറ്റിംഗ്. അപ്പൊ 3 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഞാൻ സ്പ്ലിറ്റിംഗിന്റെ 2ാമത്തെ കണക്ക് കൂടിയാണിത്. കഴിഞ്ഞ 5ാമത്തെ ദിവസത്തെ ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതുവരെ അത് കാണാത്തവർ വീണ്ടും കുറച്ചുകൂടെ വ്യക്തതയോടെ മനസ്സിലാകാൻ വേണ്ടിയാണ് സ്പ്ലിറ്റിംഗിന്റെ കണക്കുകൾ ഇട്ടിരിക്കുന്നത്. മനസ്സിലാക്കൂ, 3 വർഷത്തെ ഇട്ടിട്ടുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? 2015, 2016, 2017. ഈ 2016 ആണ് നമ്മുടെ കറന്റ് ഇയർ. അങ്ങനെയാണ് 2015 നമ്മൾ എന്ത് വിളിക്കുക? 2015 നമ്മുടെ പ്രീവിയസ് ഇയർ എന്ന് വിളിക്കാം. അതേപോലെ 2016 കറന്റ് ഇയർ, 2017 സക്സീഡിംഗ് ഇയർ, വരാൻ പോകുന്ന വർഷം.
നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ഏത് മാത്രമേ കാണിക്കത്തുള്ളൂ? കറന്റ് ഇയറിലെ ഇൻകങ്ങളെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ കറന്റ് ഇയറിലെ റെസിപ്റ്റ്സുകളെയും കറന്റ് ഇയറിലെ അല്ലെ എങ്ങനെയുള്ള റെസിപ്റ്റ്സുകളാന്ന് പറഞ്ഞു? റവന്യൂ റെസിപ്റ്റ്സുകളെയും അതുപോലെ തന്നെ റവന്യൂ പേയ്മെന്റുകളെയുമാണ് കാണിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ വരാം, നമ്മുടെ ഇൻകം സൈഡിലേക്ക് വരുമ്പോൾ സബ്സ്ക്രിപ്ഷനെ എങ്ങനെ എടുക്കാം? സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് നോക്കുക. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ആണ് അല്ലെ, ദ ക്ലബ് ഹാസ് 100 മെമ്പേഴ്സ് ഈച്ച് പേയിങ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ 900 എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു സെന്റൻസ് തന്നെ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ കാര്യമാണ്, എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോ ദ ക്ലബ് ഹാസ് 100 മെമ്പേഴ്സ്, എത്ര പേരുണ്ട്? 100 പേരുണ്ട്. അപ്പൊ ഒരാൾ, ഓരോരുത്തരും എത്ര രൂപ വെച്ച്? 900. അപ്പോ ഒരാള് 900 വെച്ചിട്ട് 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കറിയാം എത്രയാണ്? 100 × 900 എന്ന് പറയുമ്പോൾ എത്രയാണ്? 90,000 രൂപ അല്ലെ, 90,000 റുപ്പിയാണ് വരുന്നത്. അപ്പോ 90,000 രൂപയാണ് 2016 കിട്ടേണ്ടിയിരുന്നത്. 2016 90,000 കിട്ടേണ്ടടുത്ത് നമ്മളോട് പറയുന്നുണ്ട്, ഈ സ്പ്ലിറ്റിംഗിൽ പറയുന്നത് 2016 70,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ്, കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല, ഇതിനെ നമ്മളൊരു പേര് വിളിച്ചു അല്ലെ, എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് വിളിച്ചത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാത്? നമുക്ക് ഈ ഇൻകം സൈഡിലേക്ക് ഞാൻ ഈ കറന്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ എഴുതാൻ പോവാണ്. സബ്സ്ക്രിപ്ഷൻ എഴുതുന്നു. ശ്രദ്ധിക്കുക, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ തന്നിരിക്കുന്നത് എത്ര രൂപയാണ്? 70,000 രൂപയാണ്. ഈ 70,000-ത്തിനൊപ്പം തന്നെ കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ മനസ്സിലായി? നമുക്ക് വേണമെങ്കിൽ കുറച്ച് താഴോട്ട് നോക്കാം അല്ലെ. 100 മെമ്പേഴ്സ് ആണ്, ഒരാള് 900 വെച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്രയാണ് വരേണ്ടത്? 90,000 രൂപയാണ് വരേണ്ടിയിരുന്നത്. എന്നാൽ 70,000 മാത്രമേ നമുക്ക് ഈ വർഷം കിട്ടിയതായിട്ട് എവിടെ പറയുന്നുള്ളൂ? നമ്മുടെ റെസിപ്റ്റ്സ് അടി പറയുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ 2016 ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? പറഞ്ഞെല്ലാരും 2016 ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? ഡിഫറൻസ് എടുത്താൽ പോരെ? 90,000 വരേണ്ടത് 70,000 എന്ന് പറയുമ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് 20,000 രൂപയാണ്. അപ്പൊ 20,000 രൂപ നമുക്ക് കറന്റ് ഇയറിലെ, വേണമെങ്കിൽ ഇയർ കൂടി നിങ്ങൾ എഴുതിയേക്കണം, 2016 ഔട്ട്സ്റ്റാൻഡിങ് 20,000 രൂപ. ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കുറച്ച് ദാത്ത എഴുതിയേക്കാം. 100 × 900 ആണ് ഇത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഒരു സംശയം ഉണ്ടാവരുത്. സ്പ്ലിറ്റിംഗിൽ പ്രത്യേകിച്ച് ചിലവരൊക്കെ ചെയ്തു വെക്കുന്ന അറിയാൻ വയ്യാത്തവര് ഇത് മൊത്തം കിട്ടിയ എമൗണ്ടും കൂടെ കൊണ്ടുവിടെ എഴുതരുത്. കറന്റ് ഇയറിലെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഒരിക്കൽ കൂടി വീണ്ടും പറയാണ്, 2015-ലെയും 16-ലെയും 17-ലെയും എമൗണ്ട് ഉണ്ടായിരുന്നു. അതിൽ 2015 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ആണ്. അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഇനി അത് നോക്കുന്നുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് 2016 70,000 കിട്ടിയിട്ടുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നപ്പോൾ ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്താ പറയുന്നത്? 100 മെമ്പേഴ്സ്. ഇവിടെ 100 മെമ്പേഴ്സ് ഉണ്ട്. ഈച്ച് പേയിങ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 900. അപ്പൊ നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു. 100 × 900 ഏതാണ്? 90,000 അല്ലെ, 90,000 രൂപയാണ് വരേണ്ടത്. അപ്പോ ഈ 90,000 രൂപ കിട്ടേണ്ട 2016 നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 70,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസ് മനസ്സിലായത് 20,000 രൂപ എന്ന് പറയുന്നത് കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എന്ന് മനസ്സിലായി. അപ്പോ കറന്റ് ഇയറിലെ ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞോ? 70,000-നോടൊപ്പം 20,000 ആഡ് ചെയ്ത് എത്ര തന്നെ വരുന്നു? 90,000 തന്നെ വരുന്നു. അടുത്ത റെസിപ്റ്റ് സൈഡിലായിട്ട് നോക്കാം. എന്താണ്? സെയിൽ ഓഫ് ഓൾഡ് ബുക്സ് ആണ് അല്ലെ. സെയിൽ ഓഫ് ഓൾഡ് ബുക്സിന്റെ ബ്രാക്കറ്റിൽ അവർ പറയുന്നു കോസ്റ്റ് ₹3200. എന്നിട്ട് അവർ ഔട്ടറിൽ പറഞ്ഞിരിക്കുന്നത് 2,000 രൂപ. ഒരുപാട് പിള്ളേർക്ക് ഡൗട്ട് ഉണ്ടാവുന്ന ഒരു ഏരിയ ആണത്. എന്തിനാണ് അകത്ത് കോസ്റ്റ് പറയുന്നത്, പിന്നീട് വെളിയിലൊരു എമൗണ്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അവിടെ നല്ല വൃത്തിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിനൊരു ഡിഫറൻസ് തന്നെ നിങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. നമുക്ക് നോക്കാം. അവിടെ കോസ്റ്റ് ഓഫ് ഓൾഡ് ബുക്സ് എന്ന് പറയുന്ന ബ്രാക്കറ്റിൽ കിടക്കുന്ന 3,200 രൂപയാണ്. അപ്പൊ 3,200 രൂപ കോസ്റ്റ് ഉള്ള ഒരു ബുക്ക് അവർ വിറ്റിരിക്കുന്നത് 2,000 രൂപയ്ക്കാണ്. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്? 3,200 രൂപ എന്ന് പറയുന്ന കോസ്റ്റ് ഉള്ള ഓൾഡ് ബുക്സ് അവർ വിറ്റിരിക്കുന്ന എത്രയാണ്? 2,000 രൂപയ്ക്ക്. അപ്പൊ എന്റെ വളരെ കൃത്യമായ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയും. ഇവിടെ പ്രോഫിറ്റിനാണോ ലോസിനാണോ അവർ ഇത് വിൽപ്പന നടത്തിയിരിക്കുന്നത്? പറഞ്ഞോ. യെസ്, എല്ലാവർക്കും പറയാവുന്നതേ ഉള്ളൂ അല്ലെ. എന്താണ്? ലോസ് തന്നെയാണ്. 3,200 രൂപയുള്ള ഒരു ബുക്സ് 2,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ 1,200 രൂപയുടെ ലോസ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിവിടെ ആ ബുക്സിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിലുമായി ബന്ധപ്പെട്ട്, പർച്ചേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യം പ്രോഫിറ്റോ ലോസോ നോക്കുക. ആ പ്രോഫിറ്റിനെയോ ലോസിനെയോ എവിടെ കൊണ്ടുവരിക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? പറഞ്ഞേ. അതെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 1,200 ലോസ് ആണ്. അതുകൊണ്ട് എക്സ്പെൻഡിച്ചർ സൈഡിൽ ഒരു ഐറ്റം ആയിട്ട് വരുന്നു. അടുത്ത ഐറ്റം ഞാൻ എഴുതുകയാണ്, ലോസ് ഓൺ
സെയിൽ ഓഫ് ഓൾഡ് ബുക്സ്. അപ്പോ ലോസ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് ബുക്സ് എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞു? 1200 എങ്ങനെയാണ് ഈ 1200 കിട്ടിയതെന്ന് വേണമെങ്കിൽ ചെറുതായിട്ട് ബ്രാക്കറ്റിൽ കാണിക്കാം അല്ലെ. 3200 രൂപയായിരുന്നു കോസ്റ്റ്, 2000 രൂപയ്ക്കാണ് അത് വിറ്റത്. അതിന്റെ അപ്പൊ നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടി? 1200 എന്ന് പറഞ്ഞു കിട്ടുന്നു. അപ്പൊ ഇത് നന്നായി ശ്രദ്ധിക്കണം. മിക്കപ്പോഴും പ്രോബ്ലം ഇങ്ങനെ വരാറുണ്ട്. അകത്ത് കോസ്റ്റും യഥാർത്ഥ വിറ്റ വിലയും പുറത്ത് കാണും. ചിലപ്പോൾ അത് പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഇൻകം സൈഡിലേക്കും, ലോസ് ആണെങ്കിൽ എവിടേക്ക്? എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് വരും. അപ്പൊ ഈ ഒരു ഐറ്റവും നമുക്ക് പഠിക്കാം. ഇനി നമ്മൾ നേരെ പോകുന്നത് നിങ്ങൾക്കറിയാം അടുത്ത ഐറ്റത്തിലേക്ക് പോവാണ്. അപ്പൊ അടുത്ത ഐറ്റങ്ങൾ ഞാൻ അത് അഡ്ജസ്റ്റ്മെന്റുകൾ ഇല്ലാത്തതുകൊണ്ട് നേരിട്ട് എഴുതിയിട്ടുണ്ട്. നോക്കാം. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. നമുക്കറിയാം ഈ റവന്യൂ റെസിപ്റ്റ്സ് ആണ്. 400 രൂപ എഴുതി. റെന്റ് ഫ്രം യൂസ് ഓഫ് ഹോൾ, നമുക്കറിയാം ഇത്തരം ക്ലബ്ബുകളുടെ ഒക്കെ വരാൻ നേരത്ത് അവിടെ പലപ്പോഴും അവരുടെ ഹോളുകളൊക്കെ റെന്റിന് കൊടുക്കാറുണ്ട്. അത്തരത്തിൽ റെന്റ് കിട്ടിയിട്ടുണ്ട്. അതൊരു റവന്യൂ റെസിപ്റ്റ്സ് ആണ്. 17,000 രൂപയാണ് കിട്ടിയത്. അത് എഴുതി. പ്രത്യേകിച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഇല്ലായിരുന്നു. പ്രോഫിറ്റ് ഫ്രം എന്റർടൈൻമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഇൻകം സൈഡിലേക്കും, ലോസ് ആണെങ്കിൽ എവിടേക്ക് വരും? എക്സ്പെൻഡിച്ചർ സൈഡിലേക്കും വരും. അപ്പൊ 3 ഐറ്റങ്ങൾ ഞാൻ ഡയറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ പറഞ്ഞേ? സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 400, റെന്റ് ഫ്രം യൂസ് ഓഫ് ദ ഹോൾ 17,000, പ്രോഫിറ്റ് ഫ്രം എന്റർടൈൻമെന്റ് 7,300. അപ്പൊ നമ്മൾ എല്ലാ ഐറ്റവും എടുത്തു കഴിഞ്ഞു. ആദ്യം ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ ആദ്യം എക്സ്പെൻഡിച്ചർ സൈഡാണ് ക്ലിയർ ചെയ്തത്. അവിടെ പേയ്മെന്റ് സൈഡിലെ എല്ലാ ഐറ്റങ്ങളും നോക്കി. അവിടുന്ന് എടുക്കാത്ത 3 ഐറ്റങ്ങളായിരുന്നു. ഏതൊക്കെയാന്ന് പറഞ്ഞേ? ഒന്ന് ബുക്സ് എടുക്കത്തില്ല, ഫർണിച്ചർ എടുക്കത്തില്ല, TV സെറ്റ് എടുക്കത്തില്ല. 3 നിങ്ങൾക്കറിയാം അസെറ്റ് ആണ്. അതൊഴിച്ച് ബാക്കി എല്ലാം എടുത്തു. അവിടെ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ സാലറിക്ക് മാത്രമാണ് അഡ്ജസ്റ്റ്മെന്റ് വന്നത്. അതിനുശേഷമാണ് ഇൻകം സൈഡിലേക്ക് പോയി. അവിടെ സബ്സ്ക്രിപ്ഷൻ, ഓപ്പണിംഗ്, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ പോകുന്നു പറഞ്ഞു. സബ്സ്ക്രിപ്ഷന്റെ അഡ്ജസ്റ്റ്മെന്റ് ക്ലിയർ ചെയ്തു. അതിനുശേഷം വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സെയിൽ ഓഫ് ഓൾഡ് ബുക്സ്. ആ ബുക്സിന്റെ നമ്മൾ നോക്കിയപ്പോഴാണ് പറഞ്ഞത് അവിടെ ലോസ് സംഭവിച്ചു. അന്നേരമാണ് നമ്മൾ ലോസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള നമുക്ക് കിടക്കുന്ന 3 ഐറ്റങ്ങൾ അത് അതുപോലെ എഴുതിയിട്ടുണ്ട്. അതോടുകൂടി നമ്മുടെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ക്ലിയർ ചെയ്യാണ്. എല്ലാ ഐറ്റങ്ങളും എടുത്തു. ഇനി നിങ്ങൾ നോക്കേണ്ടത് അഡ്ജസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ഡിപ്രീസിയേഷനോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ നമുക്ക് ബാലൻസിലേക്ക് തന്നെ പോകാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏറ്റവും നല്ല മാർഗം, തെറ്റാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്ന പെൻസിൽ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ എഴുതി വെക്കുക. ആദ്യം ഡെബിറ്റ് സൈഡ് കൂട്ടുക, അതുപോലെ ക്രെഡിറ്റ് സൈഡും കൂട്ടുക. 2 സൈഡിലും കൂട്ടിയ ഫിഗറുകൾ നിങ്ങൾ പെൻസിൽ ഉപയോഗിച്ച് സൈഡിലേക്ക് എവിടെയെങ്കിലും നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് തന്നെ സൈഡിലേക്ക് നിങ്ങൾ എഴുതി വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതണ്ട, നിങ്ങൾ ആൻസർ ഷീറ്റിൽ തന്നെ സൈഡിൽ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും വലിയ എമൗണ്ട് നോക്കാം. ഇവിടെ നമുക്ക് പിന്നെ കാണുന്ന മാത്രം തന്നെ അറിയുന്ന കാര്യമാണ്. ഇവിടെ 1300, 16,000, 7,100, 600,000 വരുമ്പോഴത്തേക്കും ഇവിടെ 90,000 സ്റ്റാർട്ട് ചെയ്യുന്നു. ഏറ്റവും വലിയ എമൗണ്ട് ക്രെഡിറ്റിൽ തന്നെയാണെന്ന് പറയാം. അപ്പൊ ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എന്ന് പറഞ്ഞ കൂടുതലാണ്. നമുക്കൊന്ന് കൂട്ടിയെടുക്കാം. ഇവിടെ വരുന്നത് 90,000, 400, 17,000, 7,300 അല്ലെ. അപ്പൊ നമുക്ക് അതൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. നമ്മൾ കൂട്ടിയെടുത്ത് കൃത്യമായിട്ട് നമ്മൾ അത് കൂട്ടിയെടുക്കുക. 90,000 പ്ലസ് 17,000, 17,000 അപ്പൊ എത്രയായി? 1,07,000. അപ്പൊ അവിടെ ഏകദേശം വരുന്ന 1,07,000 പിന്നെ 7 14, 1,14,700 എന്ന് പറഞ്ഞു വരുന്നു. ക്ലിയർ അല്ലേ? 1,14,700. നോക്കിയേ, 90,000, 90ഉം 10ഉം 1,00,000, 7 7 14, 4 3 അവിടെ എത്ര വന്നു? 7 വന്നു. അപ്പൊ മൊത്തം ഓരോ എത്ര വരുന്നത്? 1,14,700 എന്ന് വലിയ എമൗണ്ട് എത്തി. അപ്പൊ നമുക്ക് ഇപ്പുറത്തേക്കും അത് തന്നെ എമൗണ്ട് എഴുതാം. 1,14,700 എന്ന് പറഞ്ഞ് നമ്മൾ എമൗണ്ട്, വലിയ എമൗണ്ട് കിട്ടി. എക്സസ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ആണ്. ഇനി നമുക്ക് നോക്കേണ്ട ഡെബിറ്റ് സൈഡിൽ കൂട്ടിയ എമൗണ്ട്. ഞാൻ നേരത്തെ കാണുന്ന മാത്രം തന്നെ അറിയുന്നതുകൊണ്ടാണ് നമ്മുടെ കുറവാണ്. നിങ്ങൾ അത് കൃത്യമായിട്ട് കൂട്ടി നോക്കുക. അപ്പൊ ഇവിടേക്ക് വരാം 1,300, 16,000, 7,000, 7,100, 600, 1000 അല്ലെ. 7,800, 1,200, 35,000. അപ്പൊ 35,000 നമുക്ക് ഈ 1,14,700 നമുക്ക് കുറയ്ക്കാം. കുറച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ഫിഗർ എന്ത് വിളിക്കുക? നമ്മള് സർപ്ലസ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. 35,000 എന്ന് പറയുന്നത് എത്ര? 1,14,700 നിന്ന് നമുക്ക് കുറയ്ക്കാം. കുറച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് വരുന്നത് 7,9,700 എത്ര വന്നു? 70
79,700 എന്ന് പറഞ്ഞു. എത്ര വന്നു? 79,700. ഇതിനെ നമ്മൾ സർപ്ലസ് എന്ന് വിളിക്കും. നമ്മൾ വളരെ ചെറുത് എഴുതുക, സർപ്ലസ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ സർപ്ലസിന് അവിടെ നിന്ന് സാധാരണ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതി ബ്രാക്കറ്റ് സർപ്ലസ് എഴുതാം. ഇല്ലെങ്കിൽ നിങ്ങൾ സർപ്ലസ് എന്ന് ഇട്ടാൽ മതി. നിങ്ങൾക്കറിയാം ഇത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ക്ലിയർ ചെയ്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. വീണ്ടും വീണ്ടും പറയാണ്, നിങ്ങൾ കൂടുതൽ തവണ ഈ ഒരു ചോദ്യം കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് കണ്ടൊരു ചോദ്യം കണ്ടതുകൊണ്ടോ നിങ്ങൾ ഒരിക്കലും ഇത് പഠിക്കത്തില്ല. നിരന്തരമായി നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്രിൽ വർക്ക് പോലെ ചെയ്ത് പഠിക്കുക, എക്സസൈസ് ക്വസ്റ്റ്യൻസുകൾ വർക്ക് ചെയ്യുക. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരു 10-12 മാർക്ക് നമുക്ക് സ്കോർ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ കണക്കിലേക്ക് പലരും ഇതിനെ സ്കിപ്പ് ചെയ്യാറുണ്ട്. ദയവേ ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിന്റെ സർപ്ലസ് കിട്ടി 79,700 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് പോകേണ്ടത് നിങ്ങൾക്കറിയാം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്കാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഫണ്ട് വേണം. ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആണിലേക്ക് പോവാം. അപ്പൊ ആദ്യം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതാണ് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ക്യാപിറ്റൽ ഫണ്ട് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാം. അപ്പൊ നമ്മൾ വരച്ചിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 1st January 2016 നമ്മൾ വരച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അതിലേക്ക് തന്നെ പോകാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം തെറ്റാതിരിക്കേണ്ടി പറയാണ്, ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിലെ ഓപ്പണിംഗ് ആയി തന്നിരിക്കുന്ന ബാലൻസ് നോക്കുക. സാധാരണഗതിയിൽ ബാലൻസ് ബ്രോഡ് ഓൺ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്നോ അല്ലെങ്കിൽ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, കറണ്ട് അക്കൗണ്ട് ഇങ്ങനെയൊക്കെ തരാറുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും അവിടെ നോക്കുമ്പോൾ ബാലൻസ് ബ്രോഡ് ഓൺ ആണുള്ളത്. ആ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറയുന്നത് നമുക്ക് അസറ്റ് സൈഡിലേക്ക് എഴുതാം. അസറ്റ് സൈഡിലെ ആദ്യത്തെ ഐറ്റം എന്താണ്? ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. എമൗണ്ട് 3,500. ഇനി നമ്മള് അടുത്ത ഐറ്റത്തിലേക്ക് പോകുന്നു. ഇവിടെ നമുക്കറിയാം സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് 2015-ലെയും 16-ലെയും 17-ലെയും എമൗണ്ട് എന്ന് പറഞ്ഞു. ഈ 2015-മായി ബന്ധപ്പെട്ട് അവിടെ 2,000 രൂപയാണ് തന്നിരിക്കുന്നത്. എന്നാൽ അഡ്ജസ്റ്റ്മെന്റിനകത്ത് അഡീഷണൽ ഇൻഫർമേഷനകത്ത് പറയുന്നു സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന 31st December 2015 3,800 രൂപയുണ്ട്. അങ്ങനെയാണ് മനസ്സിലായത് 2015 31st ഡിസംബറിലാണെന്ന് ആലോചിക്കണം. 31st December 2015 എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത വർഷത്തെ എന്താണ്? ഓപ്പണിംഗ് ആയി മാറുകയാണ് അല്ലെ. അപ്പൊ അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് വരാം. അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3,800 രൂപയാണ്. ഓർക്കണം, ഇത് തന്നെയാണ് 2015 31st December 2015 നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ എത്രയാണ്? 3,800. അപ്പൊ ഇവിടെ ചോദിക്കാറുണ്ട് ഈ സ്പ്ലിറ്റിങ്ങിനകത്ത് 2015 2,000 രൂപയല്ലേ തന്നിരിക്കുന്നത്? അതെ, ഇത് നമ്മൾ ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ ഇത് നമ്മളൊരു കമ്പാരിസൺ നടത്തുകയാണ്. അവിടെ ഇപ്പോഴേ ഞാൻ പറയാം. നമുക്കിവിടെ അവർ പറയുന്ന സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 3,800 രൂപ കിട്ടാനുണ്ട് എന്നാണ്. അതിനർത്ഥം ഓപ്പണിംഗിൽ ഈ 2016 ആയപ്പോൾ ഓപ്പണിംഗിൽ 3,000 എത്ര കിട്ടാനുണ്ട്? 800 കിട്ടാനുണ്ട്. എന്നാൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ നമ്മൾ ഈ സ്പ്ലിറ്റിംഗിൽ 2015 എത്ര കിട്ടിയിട്ടുള്ളൂ? 2,000 കിട്ടിയിട്ടുള്ളൂ. അതിനർത്ഥം ഓപ്പണിംഗിൽ എന്തുകൂടിയുണ്ട്? ഔട്ട്സ്റ്റാൻഡിംഗ് കൂടിയുണ്ട്. എത്ര രൂപയാണ് പറഞ്ഞ? 3,800 നിന്ന് 2,000 കുറച്ചാൽ നമുക്ക് 1,800 എന്ന് കിട്ടും. ആ 1,800 രൂപയെ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലാണ് കൊണ്ടുപോകേണ്ടത്. ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. ഈ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണോ നമുക്ക് കിട്ടാനുള്ളത് ആ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കാണിക്കേണ്ടത്. 3,800 രൂപ നിങ്ങൾ കാണിക്കണം. ഡിഫറൻസ് അല്ല, 3,800 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കാണിക്കേണ്ടത്. അടുത്തതായിട്ട് ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തന്നെ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഐറ്റങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഓപ്പണിംഗ് ബാലൻസിനും എടുത്തു, സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ഔട്ട്സ്റ്റാൻഡിംഗ് ആയിരുന്നു. അത് അഡ്ജസ്റ്റ്മെന്റിൽ അവർ പറഞ്ഞ എമൗണ്ട് ആയ 3,800 തന്നെ എഴുതി. ഇനി നമ്മൾ നോക്കാൻ നേരത്ത് സാലറിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു അല്ലെ. സാലറി എക്സ്പെൻസ് ആണ്, അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, ക്ലോസിംഗും ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്ലോസിംഗിനെ ആഡ് ചെയ്തു, ഓപ്പണിംഗ് ലെസ് ചെയ്തു. എത്ര രൂപയായിരുന്നു? ഇവിടെ 1,000 രൂപയാണ്. അപ്പോൾ ഓപ്പണിംഗിലെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ എത്രയാണ്? 1,000 രൂപ. സാലറി എന്ന് പറഞ്ഞ എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് എവിടെ കാണിക്കുന്ന പഠിച്ചിരിക്കുന്നത്? ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കേണ്ടത്. ഓർക്കണം, ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് എങ്കിൽ അത് അസറ്റ് സൈഡിലും, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ലൈബിലിറ്റി സൈഡിലുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റ് എഴുതാമല്ലോ. ഏതാ എഴുതണ്ടേ? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ്. ഓർക്കുക, സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയാണ്?
1000 രൂപ നമുക്ക് കാണിക്കാം. കാരണം നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ 1000 രൂപയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലെസ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനകത്ത് ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അതെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് ബന്ധപ്പെട്ട് വരിക. നമുക്ക് ഇനി അഡീഷണൽ ഇൻഫർമേഷനിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അവിടെ അഡീഷണൽ ഇൻഫർമേഷനിൽ പറയുന്നുണ്ട് 1 ജാനുവരി 2016 ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഓൺഡ് അസറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നു അല്ലെ. ഏതൊക്കെ അസറ്റുകൾ? ലാൻഡ് ആൻഡ് ബിൽഡിങ്, അതേപോലെ തന്നെ ഫർണിച്ചർ പറയുന്നു, ബുക്സ് പറയുന്നു. അപ്പൊ ഈ 3 ഐറ്റങ്ങൾ നമുക്ക് 2016 ഓപ്പണിംഗിൽ എമൗണ്ട് തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റിൽ. അപ്പൊ അത് അതുപോലെ നമുക്ക് അങ്ങ് എഴുതാമല്ലോ. അപ്പൊ ഒന്നാമത്തെ ഐറ്റം എന്താണ്? ലാൻഡ് ആൻഡ് ബിൽഡിങ്. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ് എടുക്കുകയാണ്. ലാൻഡ് ആൻഡ് ബിൽഡിങ് അല്ലെ. ലാൻഡ് ആൻഡ് ബിൽഡിങ് എത്ര രൂപയാണ്? 25,000 രൂപ. ലാൻഡ് ആൻഡ് ബിൽഡിങ് എത്രയാണ്? 25,000. അടുത്തത് ഫർണിച്ചർ ആണ്. അപ്പൊ ഫർണിച്ചർ ആണ് അടുത്തെടുക്കുന്നത്. ഫർണിച്ചർ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 2,600. ഇനിയുള്ളത് ബുക്സ് ആണ്. അപ്പൊ ബുക്സ് എത്രയാന്ന് പറയാം നമുക്ക്. ബുക്സ് 6,200. അപ്പൊ ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മുടെ അസറ്റ് സൈഡിൽ ഇതുവരെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ആയ ബാലൻസ് ആയിരുന്നു ബാലൻസ് ബ്രോഡ് ഓൺ. അതിനെ നമ്മൾ അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതി 3,500. അതുപോലെ നമ്മൾ നോക്കി 2015, 16, 17 സബ്സ്ക്രിപ്ഷനകത്ത് 2015 നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് 2015 3,800. ആ 3,800 തന്നെ എഴുതി. അതിനുശേഷം നമ്മൾ നോക്കി നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ സാലറിയുമായി ബന്ധപ്പെട്ട ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഓപ്പണിംഗ് 1000 രൂപ. അത് എക്സ്പെൻസിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ലൈബിലിറ്റി സ്റ്റഡി കാണിച്ചു. പിന്നീട് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നപ്പോൾ ഓപ്പണിംഗുമായി ബന്ധപ്പെട്ട് 3 അസറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 1 ജാനുവരി 2016 ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഓൺഡ് അസറ്റ് ആയി പറയുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗിന് 25,000, ഫർണിച്ചർ 2,600, ബുക്സ് 6,200. അപ്പൊ ഓപ്പണിംഗിലെ എല്ലാ ഐറ്റങ്ങളും എഴുതി കഴിഞ്ഞു. അങ്ങനെയാണ് നമുക്കിത് ബാലൻസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഇനി ബാലൻസ് ചെയ്യാൻ നേരത്ത് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ കൂടിയാണ്. ഇവിടെ എന്താണ്? എക്സസ്. ഒറ്റടിക്ക് പറയാം അല്ലെ. എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റി. എന്താണ്? എക്സസ് ഓഫ് അസറ്റ് ഓവർ ലൈബിലിറ്റീസ് നോൺ ആസ് എന്ത് വിളിക്കും നമ്മള്? ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? ക്യാപിറ്റൽ ഫണ്ട്. ഇത് കൂട്ടിയെടുക്കാം. 3,500, 3,800. അപ്പൊ അതെന്തരായി? 7,000 അല്ലെ. 7,300, 7,300. പിന്നീട് ഇങ്ങോട്ട് 25,000, 2,600, 6,200. അപ്പൊ എത്ര വരും? 41,100 എന്ന് വരും. എത്ര വരും? 41,100 എന്ന് വരുന്നു. നമുക്ക് ഇപ്പുറത്തോട്ട് ആ സെയിം എമൗണ്ട് എഴുതാം. 41,100 എഴുതി ഡബിൾ ചെയ്തു. ഇനി നമുക്ക് ഇവിടെ 41,100 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ 41,100 ഇവിടെ എത്ര ഉണ്ട്? 1000 രൂപയുണ്ട്. അങ്ങനെ ഡിഫറൻസ് എടുക്കാവല്ലോ. 40,100 എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ 40,100 രൂപയാണ്. അതിനെ എന്ത് വിളിക്കും നമ്മള്? ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് എന്ന് എഴുതാം. ക്യാപിറ്റൽ ഫണ്ട് കിട്ടി. ഞാൻ ബ്രാക്കറ്റിൽ BF ബാലൻസിങ് ഫിഗർ എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് അതിലൂടെ നമുക്ക് എന്ത് കിട്ടി? ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് സർപ്ലസ് ക്ലിയർ ആയിട്ടുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ ഫണ്ട് 40,100 ആയി. ഇനി നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോഴത്തോടെ ഈ കണക്ക് അവസാനിക്കുക കൂടിയാണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ 2016 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ഐറ്റം എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, ഓരോ ഐറ്റം എവിടെ നിന്ന് എടുക്കുന്നു ശ്രദ്ധിക്കണം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് തന്നെ പോകാം. ആദ്യത്തെ നമ്മുടെ ചോദ്യമായ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിങ്ങൾ എടുക്കേണ്ടത് ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എത്ര എമൗണ്ട് പറഞ്ഞേ? അതെ, 15,900 അല്ലെ. ആ 15,900 ആണ് നമ്മൾ ക്യാഷ് ആദ്യത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ക്യാരിഡ് ഓൺ ആയിട്ടുള്ള ക്യാഷ് അല്ലെ എത്രയാണ്? അതിനെ 15,900 ആണ് നമുക്ക് ഇടുന്നത്. ആ 15,900 ക്യാഷ് എന്ന് പറഞ്ഞത് കാരണം നമുക്ക് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സോ നമ്മുടെ ക്ലോസിംഗ് ക്യാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15,900. ഇനി നിങ്ങൾ നോക്കേണ്ട ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഈ ക്ലോസിംഗുമായി ബന്ധപ്പെട്ട എല്ലാം നോക്കണം. അവിടേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് സബ്സ്ക്രിപ്ഷൻ തന്നെ വരാം. നേരത്തെ ഞാൻ സ്പ്ലിറ്റിങ്ങിനെ പറ്റി പറഞ്ഞതാണ്. സബ്സ്ക്രിപ്ഷൻ സ്പ്ലിറ്റിംഗ് ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് നല്ല വൃത്തിയായി അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാം. അപ്പൊ നമുക്ക് 2015, 16, 17 3 വർഷത്തെ വന്നിരിക്കുകയാണ്. ഓരോന്നും നമുക്ക് പരിശോധിക്കാം. 2015 നമ്മുടെ പ്രീവിയസ് ഇയർ ആണ്. 2015 പ്രീവിയസ് ഇയറിൽ അവർ തന്നിരിക്കുന്ന എമൗണ്ട് 2,000 രൂപയാണ്. എന്നാൽ നമ്മുടെ ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്നു 31 ഡിസംബർ
2015 31 ഡിസംബറിൽ 3800 രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ 3800 രൂപ കിട്ടേണ്ടിടത്ത് 2000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. എത്രയാണ് ഇനി കിട്ടാനുള്ള ഡ്യൂ ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന് പറയുന്നത്? എത്രയാണ്? 1800. അതാണ് നമ്മൾ ഈ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആദ്യമായിട്ട് എഴുതാൻ വേണ്ടി പോകുന്നു. ഓർക്കുക, സബ്സ്ക്രിപ്ഷന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് തന്നെയാണ് നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കുക. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇയർ ഞാൻ ബ്രാക്കറ്റിൽ കാണിക്കുന്നു, 2015 ആണ്. 2015 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 1800 ആണ്. സംശയമുണ്ടോ? ഇല്ല. ഒന്നുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ തുടക്കം ചെറുതായിട്ട് കാണിക്കാം. ഓർക്കുക, നമുക്ക് മൊത്തം 3800 ആണ് അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടാനുള്ളത് എന്ന് പറഞ്ഞത് 2015. എന്നാൽ 2015 നമ്മുടെ റെസിപ്റ്റ് സൈഡിൽ കിട്ടിയതായി 2000 മാത്രമേ പറയുന്നുള്ളൂ. എങ്കിൽ നമ്മൾ ഡിഫറൻസ് എടുത്തു. എത്രയാണ്? 1800 രൂപയാണ് ഇവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 2015. ഇനി 2016 നോക്കാം. അപ്പൊ സബ്സ്ക്രിപ്ഷന്റെ സ്പ്ലിറ്റിംഗിൽ 2016 70,000 ആണ് കിടക്കുന്നത്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞ എന്താണ്? 100 മെമ്പേഴ്സ് ഉണ്ട്. ഈച്ച് പേയിങ് ആനുവൽ സബ്സ്ക്രിപ്ഷൻ 900. അപ്പൊ 100 × 900 എത്രയാണ്? 90,000. 90,000 രൂപ വരേണ്ടടുത്ത് എത്രയാണ്? 70,000 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ ക്ലിയർ ചെയ്ത കാര്യമാണ്. 2016 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. ആ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20,000 ആണ്. അപ്പൊ നമുക്ക് അതുകൂടി എഴുതാം. അപ്പൊ രണ്ടാമത്തെ സബ്സ്ക്രിപ്ഷൻ വീണ്ടും കിട്ടിയിരിക്കുകയാണ്. സബ്സ്ക്രിപ്ഷൻ അല്ലെ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞ? 2016 ആണ്. ഇയർ കുറച്ച് ക്ലാരിറ്റിക്ക് വേണ്ടി 2016 ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ 20,000 ആണ്. അപ്പൊ 20,000 രൂപ കാണിക്കാവല്ലോ. ക്ലിയർ അല്ലേ? എങ്ങനെയാ വന്നത്? സംശയമുണ്ടോ? 2016 20,000 ആണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ സബ്സ്ക്രിപ്ഷന്റെ വീണ്ടും പറയുന്നു 2015 ക്ലിയർ ചെയ്തു. 2015 1800 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. കാരണം അഡ്ജസ്റ്റ്മെന്റ് 3800, കിട്ടിയത് 2000. ഡിഫറൻസ് 1800 2015. 2016 പോയപ്പോൾ 70,000 കിട്ടി. 90,000 ആണ് വരേണ്ടത്. അപ്പൊ ഡിഫറൻസ് വരുമ്പോഴത്തേനും ഔട്ട്സ്റ്റാൻഡിംഗ് 20,000. ഇനി 2017 ഉണ്ട്. 2017 എന്ന് പറയുമ്പോൾ സക്സീഡിംഗ് ഇയർ ആണ്. സക്സീഡിംഗ് ഇയറിലെ പൈസ 2016 ആലോചിക്കുക. 17 പൈസ 16 കിട്ടിയ നമ്മൾ എന്ത് വിളിക്കുന്നത്? റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നിങ്ങൾക്കറിയാം ലൈബിലിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ആ ഒരു ഭാഗം എല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അല്ലെ, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് എഴുതി നമുക്ക് എത്രയാണ് നോക്കുക. വർഷം ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. 2017 ആണ്. ഡൗട്ട് ഉണ്ടാവരുത്. 3000 രൂപയാണ് കിടക്കുന്നത്. 3 കാര്യങ്ങൾ ക്ലോസിംഗ് ബാലൻസിൽ എടുത്തു. നല്ലൊരു സ്പ്ലിറ്റിംഗ് നന്നായി നിങ്ങൾ പഠിച്ചോണ്ട് ഇത്തരം കണക്കുകൾ ചോദിച്ചിട്ടുണ്ട്. സ്പ്ലിറ്റിംഗ് മാത്രമായിട്ടും ഒരു പ്രാവശ്യം 3 മാർക്കിന് ചോദ്യം കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്തോണം. അസറ്റ് സൈഡിൽ 2 കാര്യങ്ങൾ 2015 ഔട്ട്സ്റ്റാൻഡിംഗ്, 2016 ഔട്ട്സ്റ്റാൻഡിംഗ്, 2017 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് അഡ്വാൻസ് ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് ഒരു ഐറ്റം, ഇതേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഒരു ഐറ്റം ഇനി എന്താ ഉള്ളത്? അവിടെ സാലറി ഉണ്ട് അല്ലെ. സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ക്ലോസിംഗും ഉണ്ട്. ഓപ്പണിംഗ് നേരത്തെ ബാലൻസിൽ എടുത്തു. ക്ലോസിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സാലറി എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ സാലറി എന്ന് പറയുന്നതിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ഇവിടെ ഞാൻ എഴുതുകയാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് ഓർക്കുക, ഇത് ക്ലോസിംഗിലെയാണ്. എത്ര തന്നെയായിരുന്നു? 1000 രൂപ. അപ്പൊ നമുക്ക് ഏകദേശം നമ്മുടെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ക്ലോസിംഗ് എല്ലാം നമ്മൾ സൂചിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം ക്യാഷ്, ക്ലോസിംഗ് ക്യാഷ് എടുത്തു. അതിനുശേഷം സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ എഴുതി. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എഴുതി. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് പറയുന്നത് അസറ്റുകളിലേക്ക് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നെ നമുക്കറിയാം ഫർണിച്ചർ, ബുക്സ്, അതുപോലെ തന്നെ TV സെറ്റ് പറയുന്നുണ്ട് അല്ലെ. ഈ അസറ്റുകൾക്ക് ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് കുറച്ച് എഴുതാം. ക്ലോസിംഗ് ബാലൻസിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതൊക്കെയാണ്. ഇനി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ചെയ്തതിനു ശേഷമായിരിക്കണം അതിന്റെ റൈറ്റ് ഫിഗർ ആണ് നിങ്ങൾ ക്ലോസിംഗ് ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടത്. നമുക്ക് ആദ്യം ബുക്സിനെ ഒന്ന് പരിഗണിക്കാം. ബുക്സുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? 13,000 രൂപയാണ് നമുക്ക് ബുക്സ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പേയ്മെന്റ് സൈഡിൽ ബുക്സ് എത്രയാണ്? 13,000 രൂപ. ഇനി നമ്മൾ അഡ്ജസ്റ്റ്മെന്റിലേക്ക് വന്നപ്പോൾ 1 ജാനുവരി 2016 ജനുവരി എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗിൽ ഇതേ ബുക്സ് 6,200 രൂപയ്ക്ക് വാങ്ങിച്ചതായിട്ട് കാണുന്നു. അപ്പൊ ഓപ്പണിംഗിൽ 6,200 ഉണ്ട്. 2016 ഈ ക്ലോസിംഗ് ആയപ്പോഴത്തേക്ക് നമ്മളിൽ 13,000 രൂപയുടെ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഓപ്പണിംഗിലെയും ക്ലോസിംഗിലെയും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക.
അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ സെയിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം റെസിപ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞാണ് എന്താണ്, നമ്മൾ സെയിൽ ഓഫ് ഓൾഡ് ബുക്സിനെ പറ്റി പറഞ്ഞപ്പോ അവിടെ നമ്മൾ ആ ബ്രാക്കറ്റിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, ബ്രാക്കറ്റിനകത്ത് കോസ്റ്റ് ഓഫ് ദ ബുക്സ് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ദ ഓൾഡ് ബുക്സ് എത്രയാണ്, 3200 രൂപയാണ്. ആ 3200 രൂപ ക്ലിയർ ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം, എഴുതാൻ നേരത്ത് ബുക്സ് എഴുതുകയാണ്. ശ്രദ്ധിക്കുക, ബുക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ബുക്സിനകത്ത് വരുന്നത് നോക്കാം. ബുക്സിൽ ഞാൻ ഒന്ന് ക്ലാരിറ്റി എഴുതാണ്. 13,000 രൂപ എന്ന് പറയുന്നത് നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സൈഡിൽ കിടപ്പുണ്ട്. പ്ലസ് 6200 രൂപ എന്ന് പറയുന്നത് എവിടെ വാങ്ങി, 6200 രൂപ എന്ന് പറയുമ്പോൾ ഇത് എവിടെയാണ്, അഡ്ജസ്റ്റ്മെന്റിൽ ഓപ്പണിംഗിൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഓപ്പണിംഗിൽ 6200, 13,000 രൂപ നമ്മുടെ പേയ്മെന്റ് സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇത് കൂട്ടി അതിൽ നിന്നും വിറ്റത് എത്ര രൂപയ്ക്കാണ്, 3200 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ ക്ലിയർ അല്ലേ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാമല്ലോ. അപ്പൊ 13,000 6200 കൂട്ടി 3200 കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഐറ്റം കിട്ടുന്നതായിരിക്കും. 13,000 6200 അല്ലെ കൂട്ടിയെടുക്കാൻ നമുക്ക് എത്ര വരും, 19,200 നിന്ന് 3200. 19,200 നിന്ന് 3200 പോയാൽ ബാക്കി എത്രയാണ്, 16,000. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ക്ലിയർ ആണല്ലോ, ബുക്സുമായി ബന്ധപ്പെട്ട് സംശയമില്ലല്ലോ. അപ്പൊ എന്തൊക്കെ ഒരിക്കൽ കൂടി പറഞ്ഞേ, ബുക്സ് എന്ന് പറയുന്നത് നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിന്റെ 2016 റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റിൽ അവർ പറഞ്ഞിരിക്കുന്ന പേയ്മെന്റ് സൈഡിൽ ബുക്സ് എന്ന് പറയുന്ന 13,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തായിട്ട് പറയുന്നു. അതുപോലെ അഡ്ജസ്റ്റ്മെന്റിൽ 1 ജാനുവരി 2016 എത്രയാണ്, 6200 ബുക്സ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ഓപ്പണിംഗും ആ വർഷം വാങ്ങിച്ചത് കൂടി കൂട്ടിയെടുത്തു. മൊത്തം എത്ര, 13 പ്ലസ് 6200 എന്ന് പറയുന്നത് 19,200 ആണ്. ആ 19,200 നിന്ന് ശ്രദ്ധിക്കേണ്ടത് സെയിൽ ഓഫ് ഓൾഡ് ബുക്സിന്റെ ബ്രാക്കറ്റിൽ പറയുന്ന കോസ്റ്റ് ആണ് എടുക്കേണ്ടത്. പലരും തെറ്റിക്കാറുണ്ട്, ആ 2000 എടുക്കും. കോസ്റ്റ് ആണ് കുറയ്ക്കേണ്ടത്. കോസ്റ്റ് 3200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 19,200 നിന്നും 3200 രൂപ ബാക്കി 16,000 രൂപയാണ് നമുക്ക് ഇവിടെ ഔട്ടർ വരുന്നത്. ഇനി അടുത്തായിട്ട് ഫർണിച്ചർ ആണ് വരുന്നത്. അപ്പൊ ഫർണിച്ചർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാമെങ്കിൽ നമ്മുടെ ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എത്ര നടക്കുന്നത്, 26,500. എത്രയാണ്, 26,500 ആണ് അല്ലെ, പ്ലസ് 26,500. നമ്മുടെ അഡീഷണൽ ഇൻഫർമേഷനിൽ 1 ജാനുവരി 2016 വരുമ്പോ അവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞ എത്രയാണ്, 2,600 ആണ്. എത്രയാണ്, 2,600 ആണ്. ആഡ് ചെയ്യാമല്ലോ. 26,500 രൂപ എന്ന് പറയുന്നത് കറണ്ട് ഇയറിലുണ്ട്. ഓപ്പണിംഗിൽ 2,600 ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തം ഫർണിച്ചർ എത്ര നോക്കണം. ഡിപ്രീസിയേഷനോ മറ്റോ കാര്യങ്ങളോ അങ്ങനെ മറ്റേതെങ്കിലും അസറ്റുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഇവിടെ അങ്ങനൊന്നും ഇല്ല. 26,500 പ്ലസ് 2,600 എന്ന് പറയുന്നത് എത്ര കിട്ടി, 29,100 എന്ന് എഴുതാം. അപ്പൊ രണ്ടാമത്തെ അസറ്റായ ഫർണിച്ചർ ക്ലിയർ ചെയ്തു. ഇനി നമുക്ക് എന്താ, ടി വി സെറ്റ് ആണുള്ളത് അല്ലെ. ടി വി സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, ടി വി സെറ്റ് നോക്കാം. ടി വി സെറ്റ് അല്ലെ, ടി വി സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 16,000. 16,000 ഓപ്പണിംഗിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ അസറ്റുകളെല്ലാം എഴുതി, ബുക്സ്, ഫർണിച്ചർ, ടി വി സെറ്റ്. ബുക്സിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഓർത്തിരിക്കണം. ഓപ്പണിംഗിലെയും നിലവിലുള്ളതും പർച്ചേസ് ചെയ്തോടെ കൂട്ടി അതിന് സെയിൽ ചെയ്ത് കുറച്ചു. ഫർണിച്ചർ എന്ന് പറയുന്നത് ഓപ്പണിംഗിൽ 2,600 നിലവിൽ ഈ വർഷം വാങ്ങിച്ച 26,500 കൂട്ടി 29,100 കാണിച്ചു. ടി വി സെറ്റുമായി ബന്ധപ്പെട്ടൊന്നും ഇല്ലായിരുന്നു. അത് അഡ്ജസ്റ്റ്മെന്റ് അഡീഷണൽ ഇൻഫർമേഷനിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പണിംഗിൽ 16,000 തന്നെ എഴുതുകയും ചെയ്തു. ഒരു ഐറ്റം കൂടെ ഉള്ള അല്ലെ, നമുക്കറിയാം അഡ്ജസ്റ്റ്മെന്റ്. ഇനി ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. എത്രയാണ്, 25,000. അപ്പൊ നമുക്ക് എഴുതാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാസ്റ്റ് ഐറ്റം ആണ്, നമുക്കറിയാം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കൂടെ പറയുന്നുള്ളൂ. എത്രയാണ്, 25,000 രൂപയാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. അപ്പോ അതോടുകൂടി നമ്മുടെ അസറ്റ് സൈഡ് എല്ലാം ഒന്ന് ക്ലിയർ ആയിരുന്നു അല്ലേ. നമ്മൾ ക്യാഷ് എഴുതി, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സൈഡ് 2015-ലെയും 2016-ലെയും ബുക്സുമായി ബന്ധപ്പെട്ട് ഫർണിച്ചർ, ടി വി സെറ്റ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെയും എന്ത് പറഞ്ഞിട്ട് മറ്റു വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. നമുക്ക് തന്നിരിക്കുന്ന ഓപ്പണിംഗിലെ വിലയായി 25,000 രൂപയായിരുന്നു. അത് ക്ലിയർ ചെയ്തു. മറ്റു വിവരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് അതുപോലെ തന്നെ ആ ഫിഗറിൽ മാറ്റമില്ലാതെ അത് തന്നെ വരികയും ചെയ്യുന്നു ക്ലോസിംഗിൽ. ഇനി നമുക്ക് നിങ്ങൾക്കറിയാം ലയബിലിറ്റി സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഭാഗം കൂടിയാണ് അല്ലെ, ക്യാപിറ്റൽ ഫണ്ടിനോടൊപ്പം നിങ്ങൾക്കറിയാം സർപ്ലസിനെ ആഡ് ചെയ്ത് നമ്മൾ എഴുതുക. അതിനുശേഷം ടാലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണക്ക് അവസാനിക്കുക കൂടിയാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് തന്നെ പോകുന്നത് നമ്മുടെ ലൈബിലിറ്റി സൈഡിലേക്ക് പോകാം. ലൈബിലിറ്റി സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം നമുക്ക് 2 വിവരങ്ങളാണുള്ളത്. ഓപ്പണിംഗ്
സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫേഴ്സ്, ബാലൻസ് ഷീറ്റിൽ നിന്ന് ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ക്യാപിറ്റൽ ഫണ്ട് ആദ്യം എഴുതാം. ക്യാപിറ്റൽ ഫണ്ട് എത്രയായിരുന്നു? ക്യാപിറ്റൽ ഫണ്ട് എല്ലാവരും നോക്കി പറഞ്ഞേ. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 40,100 ആണ് അല്ലെ. എത്ര കിട്ടിയിരുന്നത്? 40,100 എന്ന് കിട്ടി. നിങ്ങൾക്കറിയാം സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യണം, ഡെഫിസിറ്റ് ആണെങ്കിൽ ലെസ് ചെയ്യണം, അതുപോലെ ക്യാപിറ്റലൈസ് ചെയ്യപ്പെട്ടതൊക്കെ ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടതാണ്. ഈ ചോദ്യത്തിൽ അങ്ങനെ ക്യാപിറ്റലൈസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യാം. എന്താണ് ആഡ് ചെയ്യേണ്ടത്? സർപ്ലസ് ആണ്. ആ സർപ്ലസിനെ ആഡ് ചെയ്യാം. സർപ്ലസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 79,700 ആണ്. എത്രയാണ്? 79,700 ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം 40,100 എന്ന് ക്യാപിറ്റൽ ഫണ്ട്, സർപ്ലസ് 79,700 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. എത്ര വരും? 40,100 79,700 എന്ന് പറയുമ്പോൾ ഏകദേശം 1,19,800 എന്ന് വരും. എത്ര വരും? 1,19,800 എന്ന് കിട്ടി. അപ്പൊ ക്യാപിറ്റൽ ഫണ്ട് 40,100 സർപ്ലസ് ആയി 79,700 കൂട്ടിയപ്പോ 1,19,700. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഈ ഭാഗം നമ്മളെല്ലാം എഴുതി കഴിഞ്ഞു. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് നോക്കേണ്ടത് ഇത് ടാലിയായി വരുന്നതോടുകൂടി ക്ലിയർ ചെയ്യുകയാണ് നമ്മൾ. രണ്ട് സൈഡ് നമുക്ക് കൂട്ടുമ്പോൾ ഒരേ എമൗണ്ട് വരിക. ആദ്യം നമുക്ക് ലൈബിലിറ്റി സൈഡ് തന്നെ കൂട്ടാം. 3,000 4,000 4,000 ഇവിടെ 1,19,000 ആണ്. അപ്പൊ അത് 1,23,800 എന്ന് കിട്ടുന്നു. യെസ്, നമുക്ക് ഈ സൈഡ് 1,23,800 എന്ന് കിട്ടി. ഞാൻ ഡബിൾ ലൈൻ ചെയ്ത് ക്ലിയർ ചെയ്തു. ഇതേ എമൗണ്ട് തന്നെ ഇവിടെ വരും. നോക്കാം. 15,900 1,800 20 35,900 16,000 29,100 16,000 25,000. യെസ്, അപ്പൊ നമുക്ക് അവിടെയും സെയിം എമൗണ്ട് തന്നെ കിട്ടിയിരിക്കുകയാണ് അല്ലെ. 1,23,800 തന്നെ നമുക്ക് ടാലി ആയിട്ടുണ്ട്. നമ്മൾ ഈ കണക്ക് ക്ലിയർ ചെയ്യാണ്. 1,23,800 എന്ന് കിട്ടുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യം നിങ്ങൾ നന്നായി ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് ഒരു ഈ തരുന്നാൽ ഞാൻ ചെയ്ത് കാണിച്ച ചോദ്യം വീണ്ടും നിങ്ങൾ ചെയ്യുകയും അതേപോലെ നിങ്ങൾക്ക് പുസ്തകം വാങ്ങിച്ച് അതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ചാപ്റ്റർ ഈസി ആയിരിക്കും. അപ്പൊ നമ്മുടെ 6ാം ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു കണ്ടിന്യൂസ് ഡ്രിൽ വർക്കാണ്. ഈ ഒരു ക്ലാസ് കേട്ടതുകൊണ്ടോ കണ്ടതുകൊണ്ടോ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ വീട്ടിൽ നിന്ന് കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നതോടെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. അത് നമുക്ക് അതിന് ഉത്തരം നൽകുന്ന ആയിരിക്കും. അതേപോലെ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അവരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യണം. അങ്ങനെ നിങ്ങൾ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എൻ്റെ ഓരോ വീഡിയോയും എത്തുന്നതായിരിക്കും. കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഏതൊരു ആൾക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതമാണ്. JT കൊമേഴ്സ് 2 കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കുകയാണ്. കാര്യം നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ, ചാപ്റ്ററുകൾ ഇതെല്ലാം നമ്മൾ തുടർന്നിടുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ +2 ആണെങ്കിലും ഇനിയും +1ന്റെയും അതേപോലെ തന്നെ മറ്റ് ഡിഗ്രിയുടെയും തുടർന്ന് ഇടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വേണം, നിർദ്ദേശങ്ങൾ വേണം മുന്നോട്ട് നയിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ സൈനിങ് ഓഫ് പറയുന്നു. സൈനിങ് ഓഫ്, ജേക്കബ് തിരുപുരത്ത്.